കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കേരളം ഇന്ന് കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ വിഷയമാണ് മതപരിവർത്തനം. എന്നാൽ മതപരിവർത്തനം എന്ന് പറയുന്ന വിഷയം കേരളത്തിൽ ആദ്യമായിട്ടൊന്നുമല്ല ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ പ്രത്യേകിച്ച് ഛത്തീസ്ഗഡിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട 2 സിസ്റ്റേഴ്സിനോടുള്ള ബന്ധത്തിൽ, പ്രത്യേകിച്ച് അവർ മലയാളികളായതുകൊണ്ട് തന്നെ വളരെ വലിയൊരു വിഷയമായി കേരളത്തിൽ കത്തിക്കൊണ്ടിരിക്കുകയാണ്. RSSകാരും BJPക്കാരും ബജറംഗളുകാരും എല്ലാ ഹിന്ദു ഐക്യവേദി എന്നെല്ലാം പറയുന്ന വലിയ ഹിന്ദുത്വവാദികളായിരിക്കുന്ന സംഘടനകൾ, അവർ ഇന്ന് കേരളത്തിലെ ക്രിസ്ത്യാനികളെ മാത്രമല്ല ഇന്ത്യയിലെ ക്രിസ്ത്യാനികളെ തന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന വിഷയമാണല്ലോ. കാരണം അവർക്ക് അധികാരമുണ്ട്, അവർ പറയുന്ന കാര്യങ്ങൾ സാധിക്കും, അവർ പറയുന്ന കാര്യങ്ങൾ മാത്രമേ ഇന്ത്യയിൽ ഇനി നടക്കാൻ പാടുള്ളൂ എന്നുള്ള നിലയിലേക്ക് മാത്രം അവർ അധപ്പതിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ വിചാരിക്കുന്ന അവർ ഉയർന്നുകൊണ്ടിരിക്കുകയാണെന്നാണ്. പക്ഷെ അവർ എല്ലാ മനുഷ്യത്വവും ഇല്ലാതായി മൃഗങ്ങൾക്ക് തുല്യമായി തീർന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, ഞാനൊരു ഹൈന്ദവനായ കുടുംബത്തിൽ അല്ലെങ്കിൽ ഹൈന്ദവരായ മാതാപിതാക്കൾക്ക് ജനിക്കുകയും ഹൈന്ദവ വിശ്വാസത്തിൽ വളർന്നു വരികയും പിൽക്കാലത്ത് കർത്താവായ യേശുക്രിസ്തുവിനെ സ്വീകരിക്കുകയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തെ ഉയർത്തുകയും സുവിശേഷം പച്ചയായി പറയുകയും അനേകരെ ക്രിസ്തുയേശുവിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. അതുകൊണ്ടുള്ള നേട്ടം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മദ്യപാനികളായിരുന്നവർ മദ്യം കഴിക്കാതെ, കുടുംബം നോക്കാത്തവർ കുടുംബം നോക്കുന്നവരായി, പലവിധമായ ദുശീലങ്ങളിൽ അകപ്പെട്ടവരെല്ലാവരും അവരുടെ ദുശീലങ്ങളെല്ലാം വിട്ടുമാറി അവർ ദൈവസ്നേഹമുള്ളവരായി, കർത്താവിന് വേണ്ടി ജീവിക്കുന്നവരായി, അവർ കുടുംബം അനുഗ്രഹിക്കപ്പെട്ട് അവരുടെ നല്ല ഭാവിക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുവാൻ അവർക്ക് കഴിയുകയും എന്നെപ്പോലെ തന്നെ അവരും ആത്മാവിൻ്റെ രക്ഷ എന്ന് പറയുന്ന സത്യത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഈ രക്ഷയെ കാത്തുകൊണ്ട് ഇരിക്കുന്ന ഒരു വലിയ പ്രത്യാശയുള്ള ഒരു കൂട്ടമായി തീർന്നു. പ്രൈസ്. ഞാൻ ചോദിക്കട്ടെ, RSSകാരെ, BJPക്കാരെ, ഹിന്ദുത്വവാദികളായിരിക്കും ഹിന്ദു ഐക്യവേദി നേതാക്കന്മാരെ, നിങ്ങൾക്ക് ആത്മരക്ഷ എന്ന് പറയുന്ന ഒരു സത്യത്തിലേക്ക് ഏതെങ്കിലും ഒരു വ്യക്തിയെ എത്തിക്കുവാനായിട്ട് നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങൾ പറയുന്ന ആ വിശ്വാസം സ്വീകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ആത്മാവിൻ്റെ രക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് ഞങ്ങളെ പഠിപ്പിച്ചു തരുവാനും അതിനുവേണ്ടി ആരെങ്കിലും രക്ഷ പ്രാപിച്ച കൂട്ടത്തിൽ ഉള്ളവരെ കാണിച്ചു തരുവാൻ, ഒരു സാക്ഷിയായി നിൽക്കുവാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പറ. ഞങ്ങൾക്ക് ഇന്ന് കിട്ടുന്ന സമാധാനവും സന്തോഷവും എല്ലാവിധ സമൃദ്ധിയും ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു എന്നാണ്. ഞങ്ങളെ പീഡിപ്പിക്കാനാണെങ്കിലും, ഞങ്ങളെ ഉപദ്രവിക്കാനാണെങ്കിലും, ഞങ്ങളെ ഇല്ലാതാക്കാനാണെങ്കിലും ഒരുപക്ഷെ നിങ്ങൾക്ക് സാധിക്കുമായിരിക്കും. പക്ഷെ ക്രിസ്തുവിനെയോ അവൻ്റെ വചനങ്ങളെയോ നിങ്ങൾക്ക് ഒരു നാളും ഇല്ലാതാക്കുവാൻ കഴിയത്തില്ല. എത്ര പേരെ നിങ്ങൾ ഇല്ലാതാക്കി, എത്രയോ ഗർഭിണികളെ നിങ്ങൾ കുത്തി അവരെ ഉദരത്തിലുള്ള പിള്ളകളെ എടുത്ത് മലർത്തി അടിച്ചു.
നിങ്ങൾ എത്ര സുവിശേഷകന്മാരെ, എത്ര മിഷണറിമാരെ നിങ്ങളില്ലാതാക്കി. എന്നിട്ടും ഇപ്പോഴും മതപരിവർത്തനം നടക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ നാവ് മാത്രമല്ല ഇതിൻ്റെ വിഷയം, ഞങ്ങളിൽ വ്യാപരിക്കുന്നൊരു ദൈവകൃപയും ദൈവശക്തിയുമാണ്. അതിനെ നിങ്ങൾക്കില്ലാതാക്കുവാൻ കഴിയത്തില്ല. ഒരു മനുഷ്യൻ്റെ സമാധാനത്തിന് വേണ്ടി അവൻ അലയുമ്പോൾ അവൻ എവിടെയെങ്കിലും സമാധാനം കണ്ടെത്തുന്നുണ്ടെങ്കിൽ അതിനെ കുറ്റം പറയുവാൻ പറ്റുമോ? പ്രത്യേകിച്ച് ഒരു സൽസ്വഭാവത്തിലേക്ക് കടന്നു വരികയും അതിലൂടെ ലഭിക്കുന്ന സമാധാനം ഒരു വ്യക്തിക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ അതിനെ ഇല്ലാതാക്കുന്നതാണോ ശരി? അതിനില്ലാതാക്കുവാൻ വേണ്ടിയുള്ള നിയമങ്ങൾ ഉണ്ടാക്കുന്നതാണോ ശരി? അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങൾ മനുഷ്യത്വം നഷ്ടപ്പെട്ട് മൃഗീയമായ സ്വഭാവങ്ങളിലേക്ക് നിങ്ങൾ അധപ്പതിച്ചു കൊണ്ടിരിക്കുകയാണ്. ഛത്തീസ്ഗഡിൽ അറസ്റ്റിലാക്കപ്പെട്ട കന്യാസ്ത്രീമാരെ പോലെയുള്ള അനേകർ ഇതിനു മുൻപുണ്ടായിരുന്ന അനേകർ അവരുടെ കൈകളിലൂടെ അവരിൽ നിന്ന് ലഭിച്ച ആഹാരമാണെങ്കിലും അവരിൽ നിന്ന് ലഭിച്ച വിദ്യാഭ്യാസമാണെങ്കിലും അവരിൽ നിന്ന് ലഭിച്ച അറിവുകൾ ഇന്നെല്ലാം എന്നെപ്പോലെയുള്ളവരെയെല്ലാം ഇതുപോലെയെല്ലാം നിർത്തിയത്. വെറും തെരുവിൻ്റെ മക്കളെപ്പോലെ അലഞ്ഞ് നടന്നിരുന്ന ഞങ്ങളെല്ലാം കുടുംബത്തിൽ വസിക്കും. നല്ല ഭവനത്തിൽ പാർക്കട്ടെ, നല്ല വീട് കണ്ടത്, നല്ല ആഹാരം കഴിച്ചത്, നല്ല വസ്ത്രം ധരിച്ചത് കർത്താവായ യേശുക്രിസ്തുവിനെ കണ്ടതിന് പിന്നിലാണ്. കർത്താവായ യേശുക്രിസ്തുവിനെ കണ്ടതിന് പിന്നിലാണ്. അല്ലാതെ മറ്റൊന്നുമല്ല. ഞങ്ങൾക്ക് ഹിന്ദുക്കളോട് ഒരു വിരോധവുമില്ല, ഞങ്ങൾക്ക് ഇസ്ലാമിയരോടും ഒരു വിരോധമില്ല. പക്ഷേ സത്യസുവിശേഷത്തിൽ വിശ്വസിച്ച് സത്യദൈവത്തെ ആരാധിച്ച് ക്രിസ്തുഭക്തരായി ജീവിക്കുന്നവരെ വേട്ടയാടാൻ നിങ്ങൾ വരല്ലേ. അപേക്ഷ. ഞങ്ങൾ ഈ സമയത്ത് മിണ്ടാതിരിക്കുന്നത് ശരിയല്ല. അതിൻ്റെ പേരിൽ മാത്രമാണ് പറയുന്നത്. കർത്താവിനോട് നിങ്ങൾ എന്താ പറയുക, നാടൻ ഭാഷയിൽ പറയാൻ എനിക്ക് പറ്റുന്നില്ല. കർത്താവിനോട് നിങ്ങൾ എതിർത്ത് നിൽക്കല്ലേ. ഞങ്ങൾക്ക് സമരം പിടിച്ചിട്ടുള്ള പരിചയങ്ങളൊന്നുമില്ല. കത്തോലിക്ക ക്രിസ്ത്യാനികളായിരിക്കുന്നവർ രാജ്ഭവൻ മാർച്ചും മറ്റുള്ള കാര്യങ്ങളുമെല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷെ എങ്കിൽ പോലും ക്രിസ്ത്യാനി എന്ന് പറയുന്നവന് പ്രാർത്ഥന മാത്രമേ ഉള്ളൂ ആയുധം. അതുകൊണ്ട് അവർ ഒറ്റപ്പെട്ടു നിൽക്കുമെന്ന് ധരിക്കരുത്. പ്രാർത്ഥിക്കുന്നൊരു കൂട്ടം അവരുടെ പിന്നിലുണ്ട്. അവരോടുകൂടെ ചേർന്ന് സമരം പിടിക്കുവാനോ കൊടി പിടിക്കാനോ ഒന്നും ഞങ്ങളില്ലെങ്കിലും ഞങ്ങളുടെ പ്രാർത്ഥനയുടെ വില ഞങ്ങൾക്ക് അറിയാം. അതുകൊണ്ടാണ് പറയുന്നത്, കർത്താവിനോട് എതിർത്ത് നിൽക്കാൻ ഒരാളും വരരുത്. ഞങ്ങൾ നിങ്ങളെല്ലാം സ്നേഹിക്കുന്നു. നിങ്ങൾക്കൊരു മാറ്റമുണ്ടാകാനായിട്ട്, നിങ്ങൾക്ക് നന്മയുണ്ടാകാൻ വേണ്ടിയിട്ട്. ഇവിടെ രാഷ്ട്രീയമൊന്നും ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ ദൈവത്തെ ആരാധിക്കുവാനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യ മഹാരാജ്യത്ത് ഞങ്ങൾക്കുണ്ടാകണം. ഭരണഘടനയും മറ്റു കാര്യങ്ങളും ഒന്നും ഞാൻ പറയുന്നില്ല, എല്ലാം നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളാണ്. ലോകരാജ്യങ്ങളിലെല്ലായിടത്തും ഈ സുവിശേഷം എത്തുന്നുണ്ട്, ഇനിയും എത്തും.
ഒരാളെയോ ഒരു കൂട്ടത്തെയോ ഇല്ലാതാക്കിക്കൊണ്ട് അതെന്നേക്കുമായി ഇല്ലാതായി തീരുമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ആര് സഹായിക്കാനില്ലെങ്കിലും ദൈവം സഹായിക്കുന്ന ഒരു കൂട്ടമാണിത്. ദൈവത്തിൻ്റെ സഹായം മാത്രം മതി. അതുകൊണ്ട് ഈ സമയത്ത് സിസ്റ്റേഴ്സിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പ്രാർത്ഥന അവർക്ക് വലിയൊരു സപ്പോർട്ടായിട്ട് ഞങ്ങളുടെ പക്ഷത്തു നിന്ന് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുകയാണ്. കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.